بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد القوة مع الثقة بالله تعالى അള്ളാഹുവിൽ ഉറപ്പുള്ളതിനോടൊപ്പം നമുക്ക് ഖുവ്വത്ത് വേണം, മനോധൈര്യം വേണം. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال المؤمن القوي خير وأحب إلى الله من المؤمن الضعيف. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തവാനായ മുഅ്മിൻ, എല്ലാ കാര്യവും ഏറ്റെടുത്ത് ചെയ്യുന്ന കഴിവുള്ള ഒരു മുഅ്മിൻ, ഖൈറുൻ, അവനാണ് ഏറ്റവും ഖൈറായവൻ, വ അഹബ്ബു ഇലല്ലാഹ്, അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനും അവനാണ്, കഴിവുള്ള ആൾ. മിനൽ മുഅ്മിനിൽ ദഈഫ്, ബലഹീനനായ മുഅ്മിനിനേക്കാൾ, ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു മനോധൈര്യമില്ല, ഒന്നിനൊരു ധൈര്യക്കുറവുള്ള ആൾക്കാർ, അവരെക്കാൾ അള്ളാഹുവിന് ഇഷ്ടം അതുപോലെ തന്നെ ഖൈറായവരും അൽ മുഅ്മിനുൽ ഖവിയ്യ്, ശക്തവാന്മാരായ മുഅ്മിനീങ്ങളാണ്. വഫീ കുല്ലിൻ ഖൈറുൻ, പക്ഷെ എല്ലാവരിലും ഖൈറുണ്ട്. മുഅ്മിനീങ്ങൾ മുവഹിദീങ്ങളാണ്, തൗഹീദുള്ള ആൾക്കാരാണ്, അവരെല്ലാവർക്കും എന്തുണ്ട്? ഖൈറുണ്ട്. പക്ഷെ അവരിൽ ഏറ്റവും ഖൈറായിരിക്കാണ് അൽ മുഅ്മിനുൽ ഖവി, ശക്തവാനായ മുഅ്മിനാണ്. ഇഹ്രിസ് അലാ മാ യൻഫഉക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ പരിശ്രമിക്കുക, നല്ലോണം താല്പര്യം കാണിക്കുക. ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലേക്കുള്ളതാണെങ്കിലും ഉപകാരമുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക, താല്പര്യം കാണിക്കുക. വെറുതെ പാഴ്വേലകൾ ചെയ്തിട്ട് സമയം കളയാൻ പാടില്ല, ആരോഗ്യവും സമയവും നഷ്ടപ്പെടുത്താൻ പാടില്ല. വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്, ആ ചെയ്യുന്ന കാര്യത്തിൽ നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. വലാ തഅജിസ്, നീ അശക്തനാകരുത്, എനിക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ഉൾവലിയാൻ പാടില്ല, മാറിക്കാൻ പാടില്ല. എന്താണോ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഉപകാരം കിട്ടുന്ന കാര്യം, അതിലൊക്കെ നല്ല താല്പര്യത്തോടുകൂടി എല്ലാം ചെയ്യുക, ബാക്കി അള്ളാഹിൻ്റെ അടുത്ത് സഹായം ചോദിക്കുക. അശക്തനായി ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ല. വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഇനി നിനക്ക് എന്തെങ്കിലും ലഭിച്ചാൽ, നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ, നീ ഒരിക്കലും ലൗ അന്നി ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, കാന കദാ വകദാ, ഇങ്ങനെ ആകുമായിരുന്നു എന്ന് പറയരുത്. ഒരു കാര്യം ഒന്ന് നല്ല അധ്വാനിച്ച് ചെയ്തു, പക്ഷെ അത് കിട്ടിയിട്ടില്ല, അപ്പം ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനെ ആകുമായിരുന്നു എന്നുള്ള വാക്ക് നീ പറയരുത്. കാരണം വലാകിൻ ഖുൽ ഖദറുല്ലാഹി വമാ ശാഅ ഫഅല, മറിച്ച് നീ എന്ത് പറയണം? അള്ളാഹുവിൻ്റെ ഖദറാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹു ഉദ്ദേശിച്ചതവൻ പ്രവർത്തിക്കും. ഫഇന്ന ലൗ, കാരണം ഈ ലൗ എന്ന വാക്ക്, അഥവാ ഞാൻ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ആ വാക്കുകൾ, തഫ്തഹു അമല ശൈത്താൻ, നിൻ്റെ മനസ്സിൽ ശൈത്താൻ്റെ പണി തുറന്നു കൊടുക്കും. ശൈത്താൻ എളുപ്പമായിരിക്കും നിൻ്റെ മനസ്സിലേക്ക് കയറാൻ, നിൻ്റെ മനസ്സിനെ തെറ്റിക്കാൻ വേണ്ടി പിശാചൻ അത് വാതിൽ തുറന്നു കൊടുക്കും, പെട്ടെന്ന് കയറാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള വാക്ക് പറയാൻ പാടില്ല. കാരണം നീ എന്ത് ചെയ്യുക? നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നല്ലോണം പരിശ്രമിച്ച് താല്പര്യത്തോടുകൂടി ചെയ്യുക, ബാക്കി അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. നിനക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ, ആ രീതിയിൽ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഒന്നിലും അശക്തരായി ഉൾവലിന് മാറി നിൽക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വലിയ പ്രതീക്ഷയോടെ താല്പര്യത്തോടെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഹദീസ്